ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് അനുമതി നൽകി RTO. വെള്ളരിപ്രാവിനെ പറത്തി RTOയ്ക്ക് അനുമോദനം നൽകി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വെള്ളരിപ്രാവിനെ പറത്തി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി. വൈപ്പിൻകരയിൽ നിന്നുള്ള 20 ബസ്സുകൾക്ക് എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പെർമിറ്റ് നൽകുവാൻ RTO അനുമതി നൽകിയതിന്റെ ആഹ്ലാദ സൂചകമായിട്ടാണ് എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വെള്ളരിപ്രാവിനെ പറത്തിയത്. ഗോശ്രീ ബസ്സുകൾക്ക് നഗരപ്രവേശനം ആവശ്യപ്പെട്ട് കഴിഞ്ഞ 20 വർഷത്തോളമായി സമരരംഗത്തുള്ള സംഘടനയാണ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി. ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം എന്ന ആവശ്യമുയർത്തി വൈപ്പിൻകരയിൽ റെസിഡന്റ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതിയും സമരരംഗത്തുണ്ട്. ഇപ്പോൾ 25 കിലോമീറ്റർ പരിധിയിലെ ബസ്സുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ പറവൂർ, മുനമ്പം, കൊടുങ്ങല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾക്കും നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കും വരെ സമരം തുടരുമെന്ന് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു. ഗോശ്രീ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു. എന്നാൽ 20 വർഷമായിട്ടും ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കിയില്ല. മന്ത്രിമാരും എല്ലാം വന്നുകൊണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു വൈപ്പിൻ നിവാസികൾ തന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത് RTO ആയിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ഓഗസ്റ്റ് 17-ാം തീയതി RTOയുടെ യോഗത്തിൽ RTO ആയിട്ട് ഞാൻ ചർച്ച നടത്തുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ RTO പറഞ്ഞു, ഓഗസ്റ്റ് 17-ാം തീയതി ചർച്ചയ്ക്കെടുത്ത ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം അത് ഞങ്ങൾ സാധ്യമാക്കും, ഉടനെ തന്നെ 1 മാസത്തിനൊക്കെ സാധ്യമാക്കുമെന്ന് പറഞ്ഞു. RTO ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇന്നലെ അതിന്റെ ഓർഡർ ഇട്ടു. അപ്പോൾ നമുക്ക് ആദ്യഘട്ടമായി ആ 20ഓളം ബസ്സുകളെ നഗരത്തിലേക്ക് കയറ്റുവാനായിട്ടുള്ള സാധ്യത വന്നിരിക്കുകയാണ്. അതിന് വഴിതെളിച്ച RTOയ്ക്ക് ഞങ്ങൾ അനുമോദനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ സമരം നിൽക്കില്ല. കാരണം 140ഓളം ബസ്സുകളോടുള്ള വൈപ്പിൻകരയിൽ നാറ്റ്പാക്കിന്റെ നിർദ്ദേശമനുസരിച്ച് 70ഓളം സ്വകാര്യ ബസ്സുകളെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിവിടുവാനായിട്ട് അവർ നിർദ്ദേശം നൽകി സർക്കാരിന്. സർക്കാർ ഏൽപ്പിച്ച ഏജൻസിയാണ് നാറ്റ്പാക്ക്. സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു. സമിതി കൺവീനർ ആന്റണി പുന്നത്തറ, ട്രഷറർ ഫ്രാൻസിസ് അറയ്ക്കൽ, വൈസ് ചെയർമാൻ M രാജഗോപാൽ, ജെയിംസ് തറമേൽ, KM ധനഞ്ജയൻ, MA സേവിയർ, TP സെബാസ്റ്റ്യൻ, വർഗീസ് കാച്ചപ്പള്ളി, റോസിലി ജോസഫ്, TK മണി തുടങ്ങിയവർ പ്രസംഗിച്ചു.